ലിഫ്റ്റ് തരുമോ സർ? പെട്രോളിനൊക്കെ ഇപ്പൊ പഴയതുപോലെയല്ല, ഭയങ്കര വിലയാ. ടാക്സി ചാർജ് തരാന്നുണ്ടെങ്കിൽ പറയുന്ന സ്ഥലത്ത് ഉണ്ടാക്കാം. പിന്നെ ആലീസ് ആയതുകൊണ്ട് അല്പം കൺസെഷൻ തരാം. കൺസെഷനോ കൺസിഡറേഷനോ? കൺസിഡറേഷൻ കൊണ്ടുള്ള കൺസെഷൻ. സ്വന്തം എന്ന് പറയാൻ എനിക്ക് ആരുമില്ല, പേരിനൊരു ചേട്ടൻ മാത്രം. ചേട്ടന്റെ ഔദാര്യത്തിൽ നിന്നുള്ള മോചനമായിരുന്നു ലക്ഷ്യം. അത് ഇവിടം വരെ കൊണ്ടെത്തിച്ചു. ആലീസിനെ കണ്ടുമുട്ടിയ നിമിഷം മുതൽ എനിക്ക് ആരൊക്കെ ഉണ്ടെന്നൊരു തോന്നൽ. ഇതാണ് സാക്ഷാൽ സണ്ണി ജോസഫിന്റെ ജീവചരിത്രം. കേട്ടിട്ട് എങ്ങനെയുണ്ട്? മംഗളത്തിലോ മനോരമയിലോ ഒരു ജീവചരിത്രം എഴുതാനുള്ള വകയില്ലേ? ഇനി ഒരാഗ്രഹമേ ഉള്ളൂ, ഒരു ജീവിതം, ഒരു കുടുംബം. എന്താ ആലീസൊന്നും മിണ്ടാത്തത്? ഒറ്റയ്ക്കൊരു രക്ഷപ്പെടലിന് എനിക്ക് ആഗ്രഹമില്ല. ശാപം കിട്ടിയതാണോ ഞങ്ങളുടെ കുടുംബത്തിനെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. സണ്ണിച്ചനെ എനിക്കിഷ്ടമാണ്, പക്ഷേ എന്റെ കുടുംബം, എന്റെ 2 ചേച്ചിമാർ, അവരുടെ വിവാഹം കഴിഞ്ഞിട്ടേ എനിക്കതിനെക്കുറിച്ച് ചിന്തിക്കാനൊക്കൂ. ഇപ്പോ ആലീസിന്റെയും കുടുംബത്തിന്റെയും പ്രശ്നങ്ങൾ എന്റെയും കൂടി പ്രശ്നമല്ലേ? എല്ലാം ശരിയാവുന്നു. അത് ശരി. പതിവില്ലാതെ നീ ചിക്കനൊക്കെ വാങ്ങിച്ച് തന്നപ്പോഴേ എനിക്ക് തോന്നി എന്തോ ഗുരുമാലുണ്ടെന്ന്. എന്നിട്ട് നീ എന്റെ കാര്യം ആലീസിനോട് പറഞ്ഞോ? നിന്റെ കാര്യം? അതെ, ആനയെ വിവാഹം കഴിക്കുന്നതിന്റെ. അയ്യടാ, ആനക്കാര്യത്തിനിടയിൽ ഒരു ചേനക്കാര്യം. സമ്മതിച്ചു. നീ ആന, ഞാൻ മറിച്ചാന. ഇതാണ് നിനക്കുള്ള തകരാറ്. എടാ, ഞാൻ ആദ്യം എന്റെ കാര്യം ഒന്ന് ശരിയാക്കി എടുക്കട്ടെ. അതിന് തന്നെ ഞാൻ എന്തുമാത്രം കടമ്പ് അടക്കണം എന്നുള്ളത് നിനക്കറിയാമോ? ആലീസിന് നിന്നെ ഇഷ്ടമല്ലേ? ഇനി പിന്നെ എന്തോന്ന് കടമ്പാ? എടാ, പ്രേമം ഒന്ന് കേട്ടോടെ ചാടി പുറപ്പെടുന്ന പൈങ്കിളി ടൈപ്പ് അല്ല ആലീസ്. അവള് കുടുംബത്തോട് സ്നേഹമുള്ളവളാ, വളരെ പ്രാക്ടിക്കലും. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിനക്കൊന്നും മനസ്സിലാവില്ല. എടാ, മൂത്ത 2 പെങ്ങന്മാരെ വിവാഹം കഴിഞ്ഞിട്ട് അവള് സമ്മതിക്കൂന്ന്. അത്രേ ഉള്ളോ? നമുക്ക് വെയിറ്റ് ചെയ്യാം. ആഹാ, എന്നാ പിന്നെ കുറെ വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മളെ പോലെ ആരെങ്കിലും അവരെ ഇഷ്ടപ്പെടുന്നവരെ. അല്ലെങ്കിലേ അത്രേ സ്ത്രീധനം നമ്മളുണ്ടായി കൊടുക്കണം. അത് നടക്കുന്ന കാര്യമാണോ? ആ, അതാ പറഞ്ഞത്. പിന്നെ ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന നീ പറയണേ? ഒരു വഴിയുണ്ട്. എന്ത്? നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് അവർക്ക് പറ്റിയ ആൾക്കാരെ കണ്ടുപിടിച്ച് വിവാഹം നടത്തി കൊടുക്കുക. കൊള്ളാം, ബെസ്റ്റ്. CC ബ്രോക്കറായിട്ട് തുടങ്ങി ഇപ്പൊ കല്യാണ ബ്രോക്കറായി. ആ, ചിലപ്പോ അങ്ങനെയൊക്കെ വേണ്ടി വരും. അപ്പോ എന്റെയും ആനിയുടെയും ഒറ്റ ചവിട്ട് വെച്ചെന്നുണ്ടല്ലോ പഴുവേറി. നിങ്ങളുടെയൊക്കെ കഴിഞ്ഞിട്ട് മതിയില്ലേ? അനിയ, എന്താ വിളിച്ചേ? ഭാര്യയുടെ അനിയത്തെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ അനിയാന്ന് വിളിക്കുന്നതാ എന്റെ സംസ്കാരം. കൂടുതൽ തൊലിക്കല്ലേ. $28 സ്റ്റാർട്ടർ നോക്കണേ. ഉച്ച കഴിഞ്ഞ ആള് വരും. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഞാൻ പറയാം ചേട്ടാ. യവനെ ലവ് പിന്നെ സണ്ണിയെ പറയാം. പിന്നെ ആലീസ് ഞങ്ങളുടെ ഓഫീസിലാ വർക്ക് ചെയ്യുന്നത്. അതെനിക്കറിയാം. ഞങ്ങൾക്കും അറിയാം. നീട് മാറി ചേട്ടാ, വേറൊന്നും തെറ്റിയിരിക്കരുത്. ചേട്ടന്റെ മോളെ ആലീസിനെ എനിക്ക് വിവാഹം കഴിച്ചാക്കണമെന്ന് ആഗ്രഹമുണ്ട്. ചേട്ടൻ ഒന്നും പറയണ്ട. ചേട്ടൻ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. ആലീസിന്റെ മോളുള്ള 2 ചേച്ചിമാരുടെ കാര്യമില്ലേ, അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് മതി. തീരുമാനം പറഞ്ഞാൽ മതി. വരന്മാരെ ആവശ്യമുണ്ടെന്ന് പത്രത്തിൽ കൊടുത്താമെന്ന് നീയല്ലേ പറഞ്ഞത്? ഇതാ നോക്ക്, കൊള്ളാവുന്ന ഒരു കേസെങ്കിലും ഉണ്ടോടാ. ഓരോന്നിനും മോന്തിരിക്കുന്നുണ്ടല്ലേ. ഇതും കൊണ്ട് മാസം ചേട്ടന്റെ വീട്ടിൽ ചെന്നാലേ അങ്ങേര് നമ്മുടെ മോന്തര ഷേപ്പ് മാറ്റും. സമ്മതിച്ചു. ഒരു കളി പാളി. അല്ല സണ്ണി, നമുക്ക് ഈ TV-യിൽ ചിത്രഗീതത്തിന് മുമ്പ് വരന്മാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞൊരു പരസ്യം കൊടുത്താലോ? അങ്ങനെ പുലിക്കാടന്റെ ഒരു വണ്ടി കൂടി നമ്മൾ കസ്റ്റഡിയിലെടുത്തു. അറിയാച്ചോ, ഓ ഞാൻ കുറെ നേരമായിട്ട് ശ്രദ്ധിക്കും. എന്തോ ഒരു ഹെൽമെറ്റ് വെച്ച ബൈക്കുകാരൻ നമ്മളെ തന്നെ ഫോളോ ചെയ്യല്ലേ? ബാക്കിലേക്ക് നോക്കി.
ഇത് കണ്ടാൽ തന്നെ അറിയാം നമ്മൾ അറ്റാക്ക് ചെയ്യാനാ. ഇങ്ങനെയാണെങ്കിൽ തടി കേടാക്കണ വണ്ടി എടുത്ത് നമുക്ക് അവസാനിപ്പിക്കാം. പറഞ്ഞു അബദ്ധായല്ലോ. എന്താ വേണമെന്ന് എനിക്കറിയാം. വേഗം വേഗം വിട തണ്ണി. ഈശോയെ, ഇന്ന് എന്തെങ്കിലും കുഴപ്പം വാങ്ങിയിട്ട് വരുന്ന തോന്നുന്നു. നീ തന്നെ തരുന്ന് വരട്ടെ മതി. എന്തുവാടാ ഇത്? എടാ വില്യംസ്, എത്ര നാളാണ് നിന്നെ കണ്ടിട്ട്. ഞാൻ ആ ജംഗ്ഷൻ മുതൽ നിന്നെ ഫോളോ ചെയ്യാ. പിന്നെ ഞങ്ങൾ വിചാരിച്ചു, അല്ല ഇതിനു മുമ്പ് വേറെ ആൾക്കാർ ചേസ് ചെയ്ത് ഇടിച്ച് ഞങ്ങളെ തിരികെ കൊടുത്തു. ചേസ് ചെയ്തപ്പോൾ ഇതാരാ കക്ഷി? എന്റെ ഫ്രണ്ടാ കറിയാച്ചൻ. കടമറ്റത്ത് കറിയാച്ചൻ. ഹലോ. ഹലോ. കൂടുതൽ സംസാരിച്ചിരിക്കാൻ സമയമില്ല. ഇതാ എന്റെ അഡ്രസ്. വൈകുന്നേരം കൊണ്ട് ഇറങ്ങ്. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഐ വിൽ ബി എക്സ്പെക്ടിങ് യു ടുഡേ. ഓക്കെ ഓക്കെ, ബൈ. ബൈ. സീ. ആ. Hold stance. Single punch. Ready? Go! 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 Double punch. Ready? Go! 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 Hit! 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 Start. പിന്നെ എന്തൊക്കെ ഉണ്ടടാ? കൊല്ലം കുറെ ആയല്ലോ കണ്ടിട്ട്. ഉവ്വ് കാണുമ്പോ മാത്രമേ നിനക്ക് സ്നേഹം ചിരിയൊക്കെ ഉള്ളൂ. എടാ, കല്യാണത്തിന് നേരിട്ട് വന്ന് ഇൻവൈറ്റ് ചെയ്യാത്ത പോട്ടെ, ഒരു കുറിയെങ്കിലും അയച്ചുകൂടായിരുന്നു നിനക്ക്? സൂസനെ ഞാൻ കാണാതിരിക്കുക. രണ്ടുപേർക്കും എഴുത്തുകൾ കൈമാറാനും വിവരങ്ങൾ അറിയിക്കാനൊക്കെ ഞാൻ വേണമായിരുന്നു. ഞാനായിരുന്നു ഹംസം, പോസ്റ്റ്മാൻ. എന്താണെന്ന് മിണ്ടാത്തത്? നമ്മൾ ആഗ്രഹിച്ചതുപോലൊന്നും ആയിരുന്നില്ല സണ്ണി കാര്യങ്ങൾ. ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങൾക്ക് സ്നേഹവും പ്രേമവും എന്നൊക്കെ പറയുന്നത് ഒരു ടൈം പാസ് മാത്രമാണ്. ഗൾഫിൽ വലിയ ജോലിയുള്ള ഒരാളുടെ പ്രപ്പോസൽ വന്നപ്പോൾ അവളുടെ മട്ടൊക്കെ മാറി. ആ കല്യാണം നടന്നില്ലെങ്കിൽ അവളുടെ അപ്പൻ ആത്മഹത്യ എന്ന് പറഞ്ഞ് എന്റെ മുന്നിലൊന്ന് കുറെ കരഞ്ഞു. അന്ന് ഞാനൊന്നും അല്ലായിരുന്നല്ലോ. പിന്നീടാണ് മനസ്സിലായത് അതൊക്കെ വെറും നാടകമായിരുന്നു. കൂടുതൽ മെറ്റീരിയൽ ബെനിഫിറ്റ് മോഹിച്ച് നടത്തിയ ഒരു ഡേർട്ടി ട്രിക്ക്. ജീവിതത്തോട് എന്നെ വല്ലാത്ത വെറുപ്പ് തോന്നി. ഇപ്പൊ ഈ ക്ലാസ്സും പിള്ളേരും ഒക്കെയാണ് എന്റെ ജീവിതം. അതൊക്കെ പോട്ടെ, ഒത്തിരി നാളായില്ലേ, നമുക്കൊന്ന് കൂടാം. പാവം വില്യം. കോളേജ് ഡേയ്സിൽ ഏറ്റവും അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രേമമായിരുന്നു അവന്റേത്. എല്ലാവർക്കും അസൂയ തോന്നുന്ന തരത്തിലുള്ള ഒരു ഇന്റിമസി. അതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ ലോകത്തുള്ള ഒരു പെണ്ണുങ്ങളെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊക്കെ അയാൾ പറഞ്ഞാൽ അത് സമ്മതിച്ചു കൊടുക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അത് നീ ഇപ്പൊ പറയും, ഒരു അനുഭവം വരുമ്പോൾ നീ അതറിയും. അതിലൊരു ദുസൂചന ഉണ്ടല്ലോ. ആനി എന്നെ തഴയെന്നല്ലേ നീ പറഞ്ഞുകൊണ്ട് വരുന്നത്? തഴഞ്ഞില്ലെങ്കിൽ നമ്മുടെ കഷ്ടാലെന്ന് ഓർത്താ മതി. കിളിക്കണ്ട, സ്വയം തമാശ പറഞ്ഞിട്ട് ചിരിക്കരുത്. എടാ കറിയേ, എനിക്കൊരു ഐഡിയ. ആലീസിന്റെ ചേച്ചിമാരിൽ ഒരാളെ നമുക്ക് വില്യംസിനെ കൊണ്ട് കെട്ടിച്ചാലോ? അത് കൊള്ളാം, പക്ഷെ പുള്ളിക്കാരൻ സമ്മതിക്കൂ? നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാന്ന്. എനിക്കൊരു ഐഡിയ. ഐഡിയോ? നിനക്കോ? തമാശ പറയാതെ. നിനക്ക് ശരി. ഏയ്, ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ, കാര്യം എന്ന് വെച്ചാ പറ.
ഉം. അല്ല, എനിക്ക് വേണ്ടപ്പെട്ട ഒരു പാർട്ടിയുണ്ട്. രണ്ടാം കെട്ടുകാരനാണെന്ന് ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ആലീസിന്റെ ചേച്ചിമാരിൽ ഒരാൾക്ക് നമുക്ക് പുള്ളിക്കാരനെ ആലോചിച്ചാലോ? ആളെങ്ങനെ? നല്ല സ്റ്റൈലൻ കക്ഷിയാ. എ വെരി സ്മാർട്ട് ആൻഡ് എനർജറ്റിക് അഡ്വക്കേറ്റ്.